PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും SCERT ഫാക്ട്സ് ആണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഈ ഭാഗത്തുനിന്ന് ഷുവർ ആണ് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ദിവസവും കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ചെയ്യുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളുടെ സീരീസും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ലൈവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ വീഡിയോസും യൂണിവേഴ്സിറ്റി LGS മെയിൻസിനും ബാക്കിയുള്ള എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം SCERTയിൽ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളതാണ്. ഉത്തരം എന്താ? ഓപ്ഷൻ എ ആണ് ഗോരയാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുമാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ടേബിളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഗോര രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം രചിച്ചത് ഗോര മാത്രമല്ല, ഗീതാഞ്ജലി, ഗോര, ഗീതാഞ്ജലി എന്നിവ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. അതുപോലെ തന്നെ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇതെല്ലാം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പ്രേംചന്ദാണ്. ഏതു ഭാഷയിലാ? ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. ഹിന്ദി ഭാഷ. അടുത്തത് പാഞ്ചാലി ശബദം. ഇതെല്ലാം SCERT ആണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, ദെൻ കണ്ണൻ പാട്ട്, ദെൻ കുയിൽ പാട്ട്. ഇതെല്ലാം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇതെല്ലാം രചിച്ചത്. ഏതു ഭാഷയിലാ? തമിഴ് ഭാഷയിലാണ് കേട്ടോ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. തമിഴിലാണ് രചിക്കുന്നത്. ഇനി അടുത്തതാണ് ഹയാത്ത് ഈ സാദി, അതുപോലെ ഹയാത്ത് ഈ ജവീദ്. ഇത് രണ്ടും രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് കേട്ടോ. അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് ഇത് രചിച്ചത്. ഏതു ഭാഷയിലാണ്? ഉറുദു ആണ് കേട്ടോ. ഉറുദു ഭാഷയിലാണ് രചിച്ചത്. ഇനി അടുത്തത് PSCയുടെ സ്ഥിരം ചോദ്യമാണ് നിബന്ധമാല എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചുപ്ലുങ്കർ ആണ് കേട്ടോ. വിഷ്ണു കൃഷ്ണ ചുപ്ലുങ്കർ ആണ് രചിച്ചത്. ഏതു ഭാഷ? മറാത്തി ഭാഷയിൽ. അടുത്ത കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ. ഓർത്തു വച്ചേക്കണം, എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കൃതിയും ബാപ്പുജി എന്ന് പറയുന്ന കൃതിയും ഇന്ത്യയുടെ കരച്ചിൽ എന്ന് പറയുന്ന കൃതിയും എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ പറയുന്ന കൃതികളെല്ലാം എഴുതിയത്. അത് ഏതു ഭാഷയിലായിരിക്കും? മലയാള ഭാഷയിൽ അല്ലെ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാളം ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക. SCERT ഫാക്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യവും അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ആ പേജിന് തൊട്ട് താഴെയുള്ള പേജിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു.
വരിക വരിക സഹചരേ എന്ന വലിയ സഹന സമരമായി ഈ വരികൾ രചിച്ചത് ആരാണ്? വരിക വരിക സഹചരേ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ളയാണ്. അംഷി നാരായണ പിള്ള. അപ്പോൾ ആ ഒരു SCERT-ൽ തന്നെ കൊടുത്തിട്ടുള്ള സാഹിത്യവും ദേശീയതയും എന്ന് പറയുന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരത മാതാ എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ശിശിർ കുമാർ ഘോഷ്, ശിശിർ കുമാർ ഘോഷ്, അതുപോലെ തന്നെ സത്യേന്ദ്രനാഥ ടാഗോർ, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരാണ് കേട്ടോ. അപ്പോൾ ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകം അതിന് നേതൃത്വം നൽകിയത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. ഇനി ബംഗാളിലെ കർഷകർ നടത്തിയിട്ടുള്ള സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ഏത്? ആനന്ദമഠം. ആനന്ദമഠം ആരുടെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. സന്യാസി കലാപം പ്രമേയമാക്കിയ, ബംഗാളിലെ കർഷകർ നടത്തിയിട്ടുള്ള സന്യാസി കലാപം പ്രമേയമാക്കിയ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ. അതിൽ നിന്നുമാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത്. ഇനി ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമുണ്ട്. അതാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ആരാണ് രചിച്ചത്? ദിനബന്ധു മിത്ര. ദിനബന്ധു മിത്രയാണ് ഇത് രചിക്കുന്നത്. ഇനി ഈ നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോൾ ഈ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. സുരേന്ദ്രനാഥ ബാനർജിയാണ് കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? ഉറുദു കവിയാണ്. ഉറുദുവിലാണ് സാരേ ജഹാം സേ അച്ഛ. സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന കവിത രചിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ഗാനം രചിച്ചത് ഉറുദു കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് കേട്ടോ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് ഈ കവിത രചിക്കുന്നത്. ഇനി അവിടെ തന്നെ കൊടുത്തിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതെല്ലാം SCERT ഫാക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി ദേശീയത സാഹിത്യം എന്ന് പറഞ്ഞില്ലേ, ഇനി ദേശീയത കലയിൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അവിടെ നമുക്ക് ഓർക്കേണ്ടത് സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത്. അപ്പോൾ 1938 ഹരിപുര INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം എപ്പോഴാണ്? 1938 ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ്. INC ആദ്യ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇത് വരച്ചതും ആര് തന്നെയാണ്? നന്ദലാൽ ബോസ് തന്നെയാണ്. നന്ദലാൽ ബോസ് തന്നെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ്റെ ചിത്രം കൂടെ വരച്ചിട്ടുള്ളത്. ഇനി ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരെന്ന് ചോദിച്ചാൽ അമൃത ഷേർഗിലാണ് കേട്ടോ. അമൃത ഷേർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത്. ഇനി ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അബനീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ഒരു ബംഗാൾ കവിയാണ്. അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചിത്രം വരയ്ക്കുന്നത് സ്വദേശി സമരകാലത്താണ്.
സ്വദേശി സമരകാലത്താണ് ഭാരതമാത എന്ന് പറയുന്ന ചിത്രം ആര് വരയ്ക്കുന്നത്? അവനീന്ദ്രനാഥ ടാഗോർ വരയ്ക്കുന്നത്. ഇനി ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിക്കാം. അവനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അവനീന്ദ്രനാഥ ടാഗോർ. ഇനി നമ്മുടെ ജനഗണമന എഴുതിയത് ആരാണ്? അതും SCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനഗണമന എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടാഗോർ ആണ് എന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക. ഇതും സെയിം അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്, സംസ്കാരവും ദേശീയതയും. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്? ഓപ്ഷൻ എ ആണ്, വാർധാ പദ്ധതിയാണ് കേട്ടോ. വാർധാ പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ചിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഏത്? വാർധാ പദ്ധതി. 1937 അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത വ്യവസായം. ലക്ഷ്യം എന്താണ്? വാർധാ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഉൽപാദനക്ഷമമായിട്ടുള്ള ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ആര്? ചില കോട്ട്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഉൽപാദനക്ഷമമായ ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്നാവശ്യപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. അതുപോലെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണം എന്നും അഭിപ്രായപ്പെട്ടത് ആര് തന്നെയാണ്? ഗാന്ധിജി തന്നെയാണ് കേട്ടോ. ഓക്കെ, 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എന്ത്? നയി താലിം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നൂതന വിദ്യാഭ്യാസം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി 1-2 കോട്ടും കൂടെ നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. 1937 INCയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് വാർത്താ സമ്മേളനം ആ ഒരു പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് 1937 ഈ പറയുന്ന കമ്മിറ്റി വരുന്നത്. ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു കോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമായിരുന്നു. ഇത് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് എന്താണ് പറഞ്ഞത്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് സ്ഥാപിതമാവുന്നത് 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമാവുന്നത് 1884 പൂനെയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഇനി ഇത് സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, ദെൻ മഹാദേവ ഗോവിന്ദ റാനഡെ. ഇത്രയുമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ആരൊക്കെയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്? ആരൊക്കെയാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? പൂനെയാണ് കേട്ടോ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതാണ് ഫർഗൂസൺ കോളേജ്. ഈ ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ ആണ് കേട്ടോ. DK കാർവേ ആണ്. മഹാരാഷ്ട്രയിലാണ് 1916 മഹാരാഷ്ട്രയിൽ DK കാർവേ ആണ് ആദ്യത്തെ വനിതാ സർവകലാശാല കൊണ്ടുവരുന്നത്. PSCയുടെ സ്ഥിരം ചോദ്യമാണ് വിശ്വഭാരതി സർവകലാശാല ആരാ കൊണ്ടുവരുന്നത്?
രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല കൊണ്ടുവരുന്നത് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ. ഇനി അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? ജാമിയ മിലിയ ഇസ്ലാമികയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി ഉണ്ട്. അതുപോലെ ഷൗക്കത്ത് അലി ഉണ്ട് കേട്ടോ. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ് അലിഗഡിൽ സ്ഥാപിച്ചിട്ടുള്ള ജാമിയ മിലിയ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഏതൊക്കെയാ പറഞ്ഞത്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണെന്ന് പറഞ്ഞു. ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1884. GG അഗാർക്കറും ബാലഗംഗാധര തിലകും മഹാദേവ ഗോവിന്ദ റാനഡയും കൂടെ ചേർന്നിട്ടാണ് സ്ഥാപിക്കുന്നത്. ദെൻ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് പൂനെയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത് DK കാർവേ ആണ് മഹാരാഷ്ട്രയിൽ 1916. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറും അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ, അതുപോലെ MA അൻസാരി എന്നിവർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. തിരുവനന്തപുരം അല്ലെ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് 10th സ്റ്റാൻഡേർഡിലെ. അപ്പോൾ തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അവിടെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം 1962 ആണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISRO രൂപീകൃതമായത് എപ്പോഴാണ്? അത് 1969 ISRO രൂപീകൃതമാവുന്നത്. ഇനി ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആര്യഭട്ടയാണ്. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. വർഷം 1975. 1975 ഇന്ത്യ ആദ്യമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. വർഷം 1975 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഒന്ന്, നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. അതുപോലെ തന്നെ 2, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അപ്പോൾ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും എന്നത് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നെഹ്റു അതുപോലെ വിക്രം സാരാഭായ് ആണ് കേട്ടോ. നെഹ്റുവും വിക്രം സാരാഭായുമാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചവർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവ രംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖന്മാരാണ് രാജാരാമണ്ണ, അതുപോലെ അബ്ദുൾ കലാം, രാജാരാമണ്ണ, അബ്ദുൾ കലാം എന്നിവരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണം ഏതാണ്? ചന്ദ്രയാൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യം. ഓക്കെ.
ഇനി നമ്മൾ വിക്രം സാരാഭായിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ വിക്രം സാരാഭായ് സ്ഥാപിച്ച കുറേയധികം സ്ഥാപനങ്ങൾ നമുക്ക് SCERT തന്നിട്ടുണ്ട്, അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ വിക്രം സാരാഭായ് സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL, എവിടെയാണ്? അഹമ്മദാബാദിലാണ് കേട്ടോ, അഹമ്മദാബാദ്. ഓക്കെ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിൽ 1947 സ്ഥാപിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതും എവിടെ തന്നെയാണ്? അഹമ്മദാബാദിൽ തന്നെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM അഹമ്മദാബാദിലാണ്. ദെൻ അടുത്ത മൂന്നാമത്തെ കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ കേട്ടോ, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ, അതും എവിടെ തന്നെയാണ്? അഹമ്മദാബാദിൽ തന്നെയാണ്. അഹമ്മദാബാദിൽ തന്നെയാണ് കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ സ്ഥാപിക്കുന്നത്. ദെൻ നാലാമതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC. VSSC എവിടെയാ? തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം. ദെൻ അഞ്ചാമതായിട്ട് ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കത്താണ് സ്ഥാപിക്കുന്നത്. കൽപ്പാക്കം, ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കം. ദെൻ അതുപോലെ ആറാമത്തേതാണ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് കേട്ടോ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് എവിടെയാണ് സ്ഥാപിച്ചേ? കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. കൊൽക്കത്ത, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് കൊൽക്കത്തയിലാണ്. അതുപോലെ ഏഴാമത്തേത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL. ECIL എന്താണ്? ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദാണ് സ്ഥാപിക്കുന്നത്. ഹൈദരാബാദാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് UCIL. UCIL എന്ന് പറയുന്നത് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എവിടെയാണ്? ജാദുഗുഡ, ജാദുഗുഡയിലാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? വിക്രം സാരാഭായ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 4 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് പറഞ്ഞത്. 4ഉം SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചതാണ്. അതിൽ 3 ചോദ്യങ്ങൾ ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചു, 4ാമത്തെ ചോദ്യം മറ്റൊരു ചാപ്റ്റർ അല്ലേ. അപ്പോൾ സംസ്കാരവും ദേശീയതയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിലെ എല്ലാ പോയിന്റ്സും നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്